ഭരണം ആപത്ത് എന്ന ചൊല്ലി ഉയർത്തിക്കാട്ടുന്ന ഒരു കവിത. പണ്ടൊരു കാക്ക ഏകാദശി നോറ്റു. ആ ഒരു കവിതയാണ് നിങ്ങൾ പഠിച്ചത്. ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് മനോഹരമായൊരു കഥയാണ്. ഒരു നാണി മുത്തശ്ശിയുടെയും ഒരു കുഞ്ഞിപ്പൂച്ചയുടെയും കഥയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യൂ. പേജ് നമ്പർ 27. പാഠം 8. നാണി മുത്തശ്ശിയുടെ കുരുങ്ങിപ്പൂച്ച. പണ്ട് പണ്ട് നാണി എന്നു പേരായി ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശിക്ക് വായിൽ പല്ലൊന്നും ഉണ്ടായിരുന്നില്ല. തലമുടി വെഞ്ചാമരം പോലെ നരച്ചിരുന്നു. മുത്തശ്ശിക്ക് കൂട്ടിനായി ഒരു വേലക്കാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം മുത്തശ്ശി വേലക്കാരിയോട് പറഞ്ഞു, പെണ്ണെ, എനിക്ക് കളിക്കാൻ ഒരു പൂച്ചക്കുട്ടിയെ വേണം. നല്ല ഭംഗിയുള്ള വെളുത്ത ഒരു പൂച്ചക്കുട്ടി. ഒരെണ്ണത്തിനെ നീ കൊണ്ടുതരുമോ? വേലക്കാരി പറഞ്ഞു, നോക്കാം. മുത്തശ്ശിക്ക് കൊച്ചുകുട്ടികളെ പോലെ കളിക്കണം പോലും. വേലക്കാരിക്ക് ചിരി വന്നു. ശരിയാണ്, കൊച്ചുകുട്ടിയെ പോലെയാണ് മുത്തശ്ശി. വായിൽ പല്ലില്ല. പിച്ച വെച്ച് അവർ നടക്കുന്നത് കാണാൻ ചന്തമുണ്ട്. പിറ്റേ ദിവസം തന്നെ വേലക്കാരി ഒരു പൂച്ചക്കുട്ടിയെ കൊണ്ടുവന്നു. നല്ല വെളുത്ത ഓമനത്തമുള്ള പൂച്ചക്കുട്ടി. അതിൻ്റെ വാലിൽ 2 കറുത്ത പുള്ളികൾ ഉണ്ടായിരുന്നു. ഇടത്തെ ചെവിയിലും വലത്തെ ചെവിയിലും കറുത്ത ഓരോ പുള്ളിയും ഉണ്ടായിരുന്നു. മുത്തശ്ശിക്ക് സന്തോഷമായി. അവർ പൂച്ചക്കുട്ടിയെ മടിയിലെടുത്തു വെച്ചു. അതിന് കുടിക്കാൻ പാൽ കൊടുത്തു. നെയ്യ് കൂട്ടി ചോറ് കൊടുത്തു. പൂച്ചക്കുട്ടിക്ക് കിടക്കാൻ അവർ കൊച്ചു കിടക്കവന്ന് തയ്യാറാക്കി. 10-15 ദിവസം കൊണ്ട് പൂച്ചക്കുട്ടി തടിച്ചു കൊഴുത്തു. കാലുകൾക്ക് വലിപ്പം വെച്ചു. വാൽ ഒന്നുകൂടി നീണ്ടു. കുറുങ്ങി, മുത്തശ്ശി വിളിക്കും. പൂച്ചക്കുട്ടി അപ്പോൾ പറമ്പിലോ മറ്റോ ആയിരിക്കും. മുത്തശ്ശിയുടെ വിളി കാതുകളിൽ എത്തേണ്ട താമസം അവൾ അവിടെ ഓടിയെത്തും. മ്യാവൂ മ്യാവൂ. അവൾ വൃദ്ധയുടെ ചുറ്റും ഓടി നടക്കും. മുത്തശ്ശി കുറിഞ്ഞിപ്പൂച്ചയെ മടിയിലിരുത്തി ചാഞ്ചാടുണ്ണി കളിപ്പിക്കും. ചാഞ്ചാടുണ്ണി ചാഞ്ചാട്, ചെരിഞ്ഞാടുണ്ണി ചെരിഞ്ഞാട്. വേലക്കാരി ഇതെല്ലാം കണ്ട് പൊട്ടിച്ചിരിക്കും. ഓരോ ദിവസം കഴിയുന്തോറും മുത്തശ്ശിക്ക് കുറിഞ്ഞിയോടുള്ള സ്നേഹം വർദ്ധിക്കുകയായിരുന്നു. എന്നാൽ കുറിഞ്ഞിപ്പൂച്ചയുടെ സ്ഥിതി നേരെ മറിച്ചായിരുന്നു. അവളുടെ മനസ്സിൽ അഹംഭാവം കടന്നുകൂടി. മുത്തശ്ശിയെ അവൾ പതുക്കെ പതുക്കെ അവഗണിക്കാൻ തുടങ്ങി. ഒരു ദിവസം മുറ്റത്തുള്ള ചെന്തെങ്ങിൽ അവൾ ഓടിക്കയറി. തെങ്ങിന് ഒരുവിധം നല്ല ഉയരമുണ്ടായിരുന്നു. തെങ്ങിൻ്റെ നെറുകയിൽ കയറിയിരുന്ന് അവൾ താഴേക്ക് നോക്കി. ഓടിക്കയറുമ്പോൾ പേടി തോന്നിയില്ല. ഇപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ പേടി തോന്നുന്നു. എങ്ങനെ താഴെ ഇറങ്ങും? ചാടിയാലോ? കയ്യും കാലും മുറിഞ്ഞത് തന്നെ. കുറിഞ്ഞിപ്പൂച്ച തെങ്ങിൻ്റെ നെറുകയിൽ ഇരുന്ന് ഉറക്കെ നിലവിളിച്ചു. മ്യാവൂ മ്യാവൂ. എവിടെ നിന്നാണ് കുറിഞ്ഞിയുടെ നിലവിളി കേൾക്കുന്നത്? നാണി മുത്തശ്ശി മുറ്റത്തിറങ്ങി. വേലക്കാരിയെ വിളിച്ചു. കുറിഞ്ഞിയുടെ നിലവിളി കേൾക്കാനുണ്ട്. എവിടെ നിന്നാണെന്ന് മനസ്സിലായില്ല. മ്യാവൂ മ്യാവൂ. തെങ്ങിൻ്റെ മണ്ടയിൽ നിന്നാണ്. വേലക്കാരിക്ക് കാര്യം മനസ്സിലായി. ഇനി എന്ത് ചെയ്യും ഭഗവാനെ? എൻ്റെ കുറിഞ്ഞിയെ താഴെ ഇറക്കാൻ ആർക്ക് കഴിയും? നാണി മുത്തശ്ശിക്ക് സങ്കടമായി. വേലക്കാരി പരിഭ്രമിച്ചു നിന്നു. കാരണം തെങ്ങിൽ കയറാൻ അവൾക്ക് അറിഞ്ഞുകൂടാ. അവസാനം നാണി മുത്തശ്ശി ഒരു സൂത്രം കണ്ടുപിടിച്ചു. അവർ വേലക്കാരിയോട് പറഞ്ഞു, എൻ്റെ കിടക്ക ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവാ. അവൾ
കിടക്കയെടുത്ത് കൊണ്ടുവന്നു. മുത്തശ്ശി കിടക്ക തെങ്ങിൻ്റെ ചുവട്ടിൽ നിവർത്തിയിട്ടു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കുറിഞ്ഞി, നീ താഴോട്ട് ചാടിക്കോ, നിനക്ക് ഒന്നും പറ്റില്ല. കുറിഞ്ഞി താഴേക്ക് ചാടി നേരെ കിടക്കയിൽ വന്ന് വീണു. അവൾക്ക് ഒരു അപകടവും സംഭവിച്ചില്ല. എന്ത് കുറുമ്പ് കാണിച്ചാലും മുത്തശ്ശി അതെല്ലാം പൊറുക്കുമെന്ന വിശ്വാസം കുറിഞ്ഞിയുടെ മനസ്സിൽ അങ്കുരിച്ചു. 2 ദിവസത്തേക്ക് കാര്യമായി ഒന്നും സംഭവിച്ചില്ല. എങ്കിലും അവൾ അല്പസ്വല്പം അനുസരണക്കേട് കാണിച്ചു. മുത്തശ്ശി വിളിച്ചപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ മനഃപൂർവ്വം താമസിച്ചു. ചാഞ്ചാടുണ്ണി കളിച്ചപ്പോൾ അവൾ മുത്തശ്ശിയുടെ മടിയിൽ നിന്നും കുതറിയോടി. മുത്തശ്ശി നിന്ന് കളിപ്പിക്കണം, അതായി കുറിഞ്ഞിയുടെ ചിന്ത. അവൾ ഒരു ദിവസം സന്ധ്യയ്ക്ക് മുറ്റത്തെ ചെന്തെങ്ങിൽ വീണ്ടും കയറി. നെറുകയിൽ കയറിയിരുന്നു കരഞ്ഞു, മ്യാവൂ മ്യാവൂ. ഇത്ര കുറുമ്പ് ആർക്കായാലും പറ്റില്ല, മുത്തശ്ശി തീർച്ചയാക്കി. കുറിഞ്ഞിയുടെ കുറുമ്പ് ഇതോടെ നിർത്തണം. അവർ മുറ്റത്തിറങ്ങി. കിടക്ക കൊണ്ടുവാ. വേലക്കാരി കിടക്ക തെങ്ങിൻ ചുവട്ടിൽ നിവർത്തിയിട്ടു. കുറിഞ്ഞി, നാണി മുത്തശ്ശി വിളിച്ചു. കുറിഞ്ഞി താഴേക്ക് പെട്ടെന്ന് ചാടി. ആ തക്കം നോക്കി നാണി മുത്തശ്ശി കിടക്ക താഴോട്ട് വലിച്ചു. കുറിഞ്ഞി ചെന്ന് വീണത് വെറും മണ്ണിലായിരുന്നു. കൈയും കാലും വേദനിച്ചു. അവൾ ഉറക്കെ കരഞ്ഞു, മ്യാവൂ മ്യാവൂ. മുത്തശ്ശി ചിരിച്ചു. വേലക്കാരി പൊട്ടിച്ചിരിച്ചു. അതോടെ കുറിഞ്ഞിപ്പൂച്ചയുടെ അഹംഭാവം പമ്പ കടന്നു. ഇവിടെ മനോഹരമായൊരു കഥ എന്നുള്ളത് ഒറ്റ വായനയിൽ തന്നെ ഇതിൻ്റെ കഥ എന്താണെന്ന് മനസ്സിലാവും. നാണി മുത്തശ്ശി എന്ന ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. അവർക്ക് ഒരു വേലക്കാരി. വേലക്കാരിയോട് ഒരു ദിവസം പറഞ്ഞു, എനിക്ക് ഒരു പൂച്ചക്കുട്ടിയെ വേണം. എങ്ങനെയുള്ള പൂച്ചയാണ്? നല്ല ഭംഗിയുള്ള വെളുത്ത പൂച്ചക്കുട്ടി. ഇത് കേട്ട സമയത്ത് വേലക്കാരി പറഞ്ഞു, ആ നോക്കാം. അപ്പം വേലക്കാരിക്ക് ചിരി വരികയാണ്. കൊച്ചു കുട്ടികളെ പോലെ ഈ വയസ്സായ അമ്മയ്ക്ക് പൂച്ചയുടെ കൂടെ കളിക്കണം പോലും അല്ലെ. മുന്നിൽ പല്ല് പോലും ഇല്ലാത്ത ഈ മുത്തശ്ശിയാണ് ആരുടെ കൂടെ കളിക്കാൻ പോകുന്നത്? പൂച്ചക്കുട്ടിയുടെ കൂടെ കളിക്കാൻ പോകുന്നത്. അങ്ങനെ പിറ്റേ ദിവസം വേലക്കാരി വരുന്ന സമയത്ത് നല്ല വെളുത്ത ഒരു പൂച്ചക്കുട്ടിയെ കൊണ്ടുവന്നു. അങ്ങനെ ഈ നാണി മുത്തശ്ശി പൂച്ചക്കുട്ടിയെ മടിയിലിരുത്തി അതിന് താരാട്ട് പാടും. ചാഞ്ചാടി ചെരിഞ്ഞാടി എന്ന് പറഞ്ഞ് താരാട്ട് പാടും. അതേപോലെ പാല് കൊടുക്കും, നെയ്യ് കൂട്ടി ചോറ് കൊടുക്കും. അത്രയും സ്നേഹത്തോടു കൂടി വളർത്താൻ തുടങ്ങി. പിന്നെ പോഷകസമൃദ്ധമായ ആഹാരം ലഭിച്ചത് കാരണം ഈ കുറിഞ്ഞിപ്പൂച്ച എന്ത് ചെയ്തു? കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തടിച്ച് കൊടുത്തു. ഏത് സമയവും ഈ നാണി മുത്തശ്ശിൻ്റെയും തന്നെ മടിയിലിരുത്തി ഇങ്ങനെ അതിനെ ലാളിക്കും. അങ്ങനെ ദിവസം കൂടുന്തോറും മുത്തശ്ശിക്ക് ഈ കുറിഞ്ഞിയോടുള്ള സ്നേഹം വർദ്ധിച്ചു വന്നു. എന്നാൽ കുറിഞ്ഞിയുടെ സ്ഥിതി നേരെ മറിച്ചായിരുന്നു. അവളുടെ ഉള്ളിൽ അഹങ്കാരം പെട്ടെന്ന് എൻ്റെ അഹംഭാവം ഇങ്ങനെ തലകുത്താൻ തുടങ്ങി. എന്താ കാരണം? ഞാൻ എന്ത് തെറ്റ് ചെയ്താലും മുത്തശ്ശി ക്ഷമിക്കും. എനിക്ക് വേണ്ടതൊക്കെ ആര് തരും? മുത്തശ്ശി തരും. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം എന്ത് ചെയ്യാണ്? ഈ പൂച്ച തെങ്ങിൻ്റെ മണ്ടയിൽ ചെന്തെങ്ങ് ചുവന്ന തേങ്ങ ഉണ്ടാകുന്ന തൈ അല്ലേ, അതെന്തായാലും ഉയരം കുറവായിരിക്കും തെങ്ങിന്. അതിൻ്റെ മണ്ടയിൽ കയറി ഇരുന്നു. അറിയാതെ കയറി പോയതാണ് അല്ലേ. പക്ഷേ താഴോട്ട് നോക്കുന്ന സമയത്ത് തിരിച്ചിറങ്ങാൻ പേടി തോന്നി. അങ്ങനെ തെങ്ങിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് കരയുകയാണ്. മുത്തശ്ശി ഇത് കേട്ടു. ഇവിടെ നിന്നും എൻ്റെ കുറിഞ്ഞിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. വേലക്കാരിയോട് പറഞ്ഞു. അങ്ങനെ 2 പേരും കൂടി പുറത്തേക്ക് വന്ന സമയത്ത് എന്താ കാണുന്നത്? തെങ്ങിൻ്റെ മണ്ടയിൽ ആരിയിരിക്കുന്നു? പൂച്ച ഇരിക്കുന്നു. മുത്തശ്ശി വിചാരിച്ചു, എൻ്റെ കുറിഞ്ഞിയെ ഞാനിനി എങ്ങനെ താഴെ ഇറക്കും? വേലക്കാരി വിചാരിക്കാൻ, എനിക്കാണെങ്കിൽ എന്തറിയില്ല, തെങ്ങിൽ കയറാൻ അറിയില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശിക്ക് ഒരു ഉപായം കിട്ടി. അവരെന്ത് ചെയ്തു? വേലക്കാരിയോട് പറഞ്ഞു, എന്നെ കിടക്ക എടുത്ത് കൊണ്ടുപോകാം. അങ്ങനെ വേലക്കാരി കിടക്ക കൊണ്ടുവന്നു. അവിടെ തെങ്ങിൻ്റെ ചുവട്ടിൽ കിടക്ക നിവർത്തിയിട്ടു. എന്നിട്ട് പറഞ്ഞു, കുറിഞ്ഞി എന്ന് വിളിച്ചു. എന്ത് ചെയ്തു? കുറിഞ്ഞിയോട് താഴോട്ട് ചാടാൻ പറഞ്ഞു.
അങ്ങനെ കുറിഞ്ഞി താഴോട്ട് ചാടി. കിടക്കയിൽ വീണത് കൊണ്ട് കുറിഞ്ഞിക്ക് യാതൊരു പോറലും ഏറ്റില്ല, വേദനയൊന്നും ഉണ്ടായില്ല. അങ്ങനെ വീണ്ടും വീണ്ടും എന്ത് ചെയ്തു? ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ അഹംഭാവം ഇങ്ങനെ കൂടി വരികയാണ്. അഹംഭാവം കൂടി വരുമ്പോൾ നമ്മുടെ എന്താണ് അനുസരണ ഇല്ലാതാവും. അങ്ങനെ കുറിഞ്ഞി ഒരു ദിവസം വിചാരിച്ചു, എങ്ങനെയെങ്കിലും ഈ മുത്തശ്ശിയെ ഒന്ന് കളിപ്പിക്കണം. അങ്ങനെ വീണ്ടും എന്ത് ചെയ്യാണ്? ആരും കാണാതെ തെങ്ങിൻ്റെ മുകളിൽ കരയിരുന്നു. അവിടെ നിന്ന് കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ട് മുത്തശ്ശിയും വേലക്കാരിയും താഴെ വന്നു. അവർക്ക് തോന്നി ഇതെന്ത് ചെയ്യാണ്? കുറിഞ്ഞി നമ്മളെ കളിപ്പിക്കുകയാണ്, ഇതൊരു പാഠം പഠിപ്പിച്ചു തന്നെ കാര്യമെന്ന് മുത്തശ്ശി വിചാരിച്ചു. അങ്ങനെ മുത്തശ്ശി വേലക്കാരിയോട് കിടക്ക കൊണ്ടുവരാൻ പറഞ്ഞു. ആദ്യം ചെയ്തതുപോലെ തന്നെ കിടക്ക തെങ്ങിൻ്റെ ചുവട്ടിൽ നിവർത്തിയിട്ടു. എന്നിട്ട് പൂച്ചയോട് എന്തറിഞ്ഞു? കുറിഞ്ഞി താഴോട്ട് ചാടിക്കൂ എന്ന് പറഞ്ഞു. അഹംഭാവത്തിൽ കുറിഞ്ഞി എന്ത് ചെയ്തു? തെങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി. ആ സമയത്ത് നാളെ മുത്തശ്ശി കിടക്കയും വലിച്ചു. വലിച്ച സമയത്ത് എവിടെ വന്ന് വീണു? നിലത്ത് വന്ന് വീണു. പൂച്ചയ്ക്ക് വേദനിച്ചു. അതിൽ നിന്നും പൂച്ച ഒരു പാഠം പഠിച്ചു. അതോടുകൂടി പൂച്ച എന്തെന്ന് പറഞ്ഞത്? അതിൻ്റെ അഹംഭാവം അല്ലെങ്കിൽ അഹങ്കാരമൊന്നും ഇല്ലാതായി നല്ലൊരു പൂച്ചയായി, മുത്തശ്ശിയുടെ അനുസരണയുള്ള പൂച്ചയായി ജീവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും എല്ലാവർക്കും മനസ്സിലായോ? ഇനി എല്ലാവരും ഇത് നന്നായിട്ടൊന്ന് റീഡ് ചെയ്യുക. ഓക്കെ, ബൈ ചിൽഡ്രൻ.